വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ആ പപ്പിയുടെ ചോദ്യത്തിന് മുന്നിൽ ഇങ്ങനെ ശിവൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമുക്ക് പോകാം, കൊണ്ടുവരൂലേ എന്നൊക്കെ ഇങ്ങനെ സത്യയും പപ്പിയും മാറി മാറി ചോദിക്കുകയാണ്. സത്യ പറയുന്നുണ്ട്, എനിക്ക് അച്ഛനെ വൈകിയാണ് മനസ്സിലായതെങ്കിലും അച്ഛാന്നൊക്കെ ഞാൻ വിളിച്ചു, പക്ഷേ പപ്പിക്ക് പിന്നീട് മനസ്സിലായെങ്കിലും അത് അച്ഛാന്ന് വിളിക്കാനൊന്നും പറ്റിയില്ല എന്ന് പറയുകയാണ്. അതായത് എനിക്ക് സത്യയെ പോലെ എനിക്കും അച്ഛാന്ന് വിളിക്കണം, പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ബൈക്കിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശിവനിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ഇപ്പം നമുക്ക് പോകാം എന്നിങ്ങനെ പറഞ്ഞിട്ടപ്പോൾ കുട്ടികൾ അങ്ങോട്ടത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് വന്നേന്നൊക്കെ വിളിക്കുകയാണ്. അന്നേരം ഭാമയും ശിവനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കുട്ടികൾ നിഷ്ണയെ ഇഷ്ടപ്പെടുന്നതിന് കാരണം വിഷ്ണുവിലുള്ള നല്ല ഗുണങ്ങൾ, ചില നല്ല ഗുണങ്ങൾ നിന്നിലുണ്ട്. കാരുണ്യം, ദയ, മറ്റുള്ളവരോട് സഹാനുഭൂതി ഒക്കെ അവന് തോന്നും. പലിശ കാശ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ, തിരിച്ചു മേടിക്കാൻ പോകുമ്പോൾ കയ്യിലുള്ളതും കൂടി ചിലപ്പം കൊടുത്തിട്ട് വരും. ഞാൻ ചോദിക്കുമ്പോൾ ശമ്പളത്തിന് പിടിച്ചോളാൻ പറയും. അങ്ങനെ ചില മാസങ്ങളിൽ എങ്ങോട്ടാണ് തരാനുള്ളതെന്നൊക്കെ പറഞ്ഞ് ഞാനും അവനെ വഴക്കൊക്കെ കൂടിയിട്ടുണ്ട്. ഒരു ദിവസമാണെങ്കിൽ ഒരു സ്കൂൾ തുറപ്പിന് കുറച്ച് കുട്ടികൾക്ക് ബാഗ് അവനാണ് വാങ്ങിച്ചു കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പപ്പി ചോദിച്ചതുപോലെ എൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിനക്ക് സാധിക്കുമോ ശിവ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശിവൻ ഇങ്ങനെ ആകെ ഒന്നും പറയാനാകാതെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ശാലിനിക്ക് കൃഷ്ണൻകുട്ടിയുടെ ഫോൺ വരുന്നുണ്ട്. അന്നേരം ആദ്യം ശാലിനി എടുക്കുന്നില്ല. അന്നേരം ഇതെവിടെയാണ്, ചത്ത് കിടക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് വഴക്കം പറഞ്ഞുകൊണ്ട് വീണ്ടും കൃഷ്ണൻകുട്ടി വിളിക്കുകയാണ്. അന്നേരം ഞാൻ രാജുവിൻ്റെ അമ്മാവനാണെന്ന് പറയുമ്പോൾ മനസ്സിലായി പറഞ്ഞു എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം നിങ്ങൾ ചേച്ചി ഇത് എന്ത് ഭാവിച്ചാണ്, മനുഷ്യരെ കൊടുക്കാൻ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എന്ത് ചെയ്തെന്നാന്നും പറഞ്ഞ് ശാലിനിക്ക് സംഭവം അറിയില്ലല്ലോ, ചൂടാവുന്നുണ്ട്. അന്നേരം അവളാണെങ്കിൽ ആ കൊച്ചിനെ ആരും കാണാതെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ആ ട്രെയിനിന് മുന്നിൽ ചാടി എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ആകപ്പാടെ അങ്ങ് ഷോക്കിലാവുന്നുണ്ട്. അന്നേരം എന്ത് ചോദിക്കുമ്പോൾ അത് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട്, എന്തായാലും ചത്തിട്ടില്ല, ജീവനുണ്ട്, എന്തായാലും പിന്നീട് അങ്ങോട്ട് തട്ടിപ്പോകുമെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നാൽ കാണാം, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല എന്നിങ്ങനെ വളരെ നിസ്സാരമായിട്ട് പറയുകയാണ്. ശാലിനി ആകെ ടെൻഷനൊക്കെ ആവുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് ഫോൺ വയ്ക്കുകയാണ്. അതേസമയം അവിടെ ശിവന് ഇറങ്ങുന്നുണ്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട്. അന്നേരം സത്യമാണെങ്കിൽ പിന്നെ ഹോംവർക്ക് ഒന്നുകൂടി കാണിച്ചു തരണേന്നൊക്കെ പപ്പി പറയുന്നുണ്ട്. അന്നേരം സ്കൂളിൽ ചെല്ലട്ടെ എന്നൊക്കെ പറയുകയാണ്. അതിന് ശേഷമാണെങ്കിൽ ശിവനങ്ങോട്ട് ജീപ്പിലേക്ക് കയറാൻ തുടങ്ങും. ശിവ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ് ശാലിനി. അന്നേരം സത്യാമ്മയും പൊന്നി ഇവിടെ നിൽക്കുകയാണല്ലോ. സത്യാമ്മയോട് പറയുന്നുണ്ട്, സത്യാമ്മയുടെ അത്യാവശ്യമുണ്ട്, ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുട്ടികളോട് പറയുന്നുണ്ട്, നിങ്ങളെ കമൽ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകും, ഞാൻ വിളിച്ച് പറയാം, ശിവ പെട്ടെന്ന് വണ്ടി എടുക്കുക, അത്യാവശ്യമുണ്ട്, പോകണമെന്ന് പറയുകയാണ്. എന്നാൽ കമൽ ഞങ്ങൾ പോവില്ല എന്ന് പറയുകയാണ്. എങ്കിൽ ഞങ്ങളെ സ്കൂളിൽ ആക്കിയിട്ട് പോകുമെന്ന് പറയുമ്പോൾ അതിനൊന്നും സമയമില്ല, പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ പ്രശ്നമാവും, എനിക്ക് അത്യാവശ്യമുള്ളത് കൊണ്ട് ശിവ പെട്ടെന്ന് വണ്ടി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫ്രണ്ടിൽ കയറുന്നുണ്ട്. ഇപ്പം ശിവൻ കുട്ടികളോട് പറയുന്നുണ്ട്, കമൽ ഞങ്ങൾ വരും, കൊണ്ടുപോകും, പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശിവന് വണ്ടി എടുത്ത് പോവുകയാണ്. പിന്നെ കുട്ടികൾക്കാകെ പറയുകയാണ്, ശരി നശിപ്പിച്ചല്ലോ, ഇനി കമൽ ഞങ്ങളുടെ വളുപ്പത്തരം കേട്ട് പോകേണ്ടി വരുമെന്നും പറഞ്ഞ് കുട്ടികൾ നിൽക്കുകയാണ്. അന്നേരം ഭാമയാണെങ്കിൽ പൊന്നിയോട് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം, അന്നേരം ഒന്നും അറിയില്ല, പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ അവരെല്ലായിടത്തും ഒക്കെ നോക്കുന്നുണ്ട്. അന്നേരം ഇനി എവിടെ പോയി അന്വേഷിക്കുമെന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഇനിയെങ്കിലും ബന്ധപ്പെട്ടവരെ നമ്മൾ അറിയിക്കണം, അവർ കാണാതെ ഇരിക്കുന്നത് ഒരു പൊടി കുഞ്ഞിനെയും അമ്മയെയുമാണ്, അതിൻ്റേതായ ഇതുണ്ട് എന്നൊക്കെ കുറുപ്പ് സാർ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ രോഹിത് പറയുന്നുണ്ട്, നമുക്ക് ആദ്യം ശാലിനി വരെ അറിയിക്കാൻ, വേണ്ടപ്പെട്ടവർ അധികാരസ്ഥാനത്തുള്ളപ്പോൾ നമ്മൾ മറ്റു വഴി നോക്കണ്ടല്ലോ എന്ന് പറയുക. അന്നേരം രോഹിത് പറഞ്ഞത് വളരെ ഒരു നല്ല കാര്യമാണ്, അറിയിക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആകെ തളർന്ന് നിൽക്കുകയാണ്. അന്നേരം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എനിക്കൊന്നും പറ്റുന്നില്ല എന്നും പറഞ്ഞ് അവിടത്തേക്ക് ഇരിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ കുറുപ്പ് സാറ് പറയുന്നുണ്ട്, എൻ്റെ കുറേ വശങ്ങളൊക്കെ പറയുകയാണ്, കുഞ്ഞിനെ കാണാതായതിനെ കുറിച്ചൊക്കെ. എന്നിട്ട് രോഹിതിനോട് പറയുന്നുണ്ട് ശാലിനിയെ വിളിക്കുക. അന്നേരം ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം രോഹിത് വിളിക്കുന്നുണ്ട്, ശരിയും കുഞ്ഞിനെയും കാണാനില്ല, പിന്നെ ഇവിടെയൊക്കെ നോക്കി എങ്ങും ഇല്ല, അപ്പോൾ ഞങ്ങൾ പോലീസിൽ അറിയിക്കേണ്ടത്, എന്താ ശാലിനി വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് അവരെവിടെ ഉണ്ടതാണെന്ന് അറിഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം അറിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുകയാണ് രോഹിത്. അന്നേരം എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ശ്യാമയൊക്കെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ഇന്നലെ അവിടെ വല്ല വഴക്കുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് ഇങ്ങനെ ശ്യാമയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ടായി എന്ന് പറയുകയാണ്. അന്നേരം അത് തന്നെയാണ് കാരണം, ശാരികേച്ചി കുഞ്ഞിനെ കൊണ്ട് രാജീവ് സാറിൻ്റെ വീട്ടിൽ കൊണ്ട് കിടത്തിയിട്ട് ട്രെയിനിന് മുന്നിൽ ചാടി എന്ന് പറയുകയാണ്. അന്നേരം രോഹിത് അങ്ങ് ഷോക്കാവുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം രോഹിത് ഫോൺ വെച്ചതിന് ശേഷം പിന്നെ കുറുപ്പ് സാറും ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അവരെവിടെ ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, രാജീവിൻ്റെ വീട്ടിൽ കൊണ്ട് കിടത്തിയിട്ട് അവൾ ട്രെയിനിന് മുന്നിൽ ചാടി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് വിഷമിക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണനൊക്കെ ആകെ വിഷമമാവുകയാണ്. പക്ഷേ ശ്യാമയാണെങ്കിൽ അന്നേരം ഒന്ന് ചെറിയൊരു ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട്, ശാലിനി അങ്ങോട്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ആകെ ദേഷ്യപ്പെട്ട് ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിനക്കിപ്പോൾ സമാധാനമായല്ലോ, കൂടെ പിറപ്പിനെ കൊലയ്ക്ക് കൊടുത്തപ്പോൾ സമാധാനമായല്ലോ, ഇനി നീ ആരെയാ ജീവൻ എടുക്കാൻ പോണേ, അത് എൻ്റെയോ അതോ നിൻ്റെ ഭർത്താവിൻ്റെയോ, പിന്നെ കൂടെ പിറപ്പോഴും സ്നേഹമില്ലാത്ത നിന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യം, ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് കുറേ ശ്യാമയെ വഴക്ക് പറയുകയാണ്. അന്നേരം
കുറുപ്പ് സാർ പറയുന്നുണ്ട്, ഒരാളാണെങ്കിൽ പോയി ഇങ്ങനെ സംഭവിച്ചു, ഇനി അടുത്ത ആളിനെയും കൂടി ഇങ്ങനെ പറഞ്ഞാൽ കരയാനും തിരക്കാനും ഒക്കെ പുറത്തുനിന്ന് ആളിനെ ഇറക്കേണ്ടി വരും, ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത ആളുകളുടെ വീട്ടിലാണ് കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട് അവിടെ എന്തായി ഏതായി എന്നറിയണ്ടേ, പിന്നെ ട്രെയിനിന് മുന്നിലാണ് ചാടിയിരിക്കുന്നത്, അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്, എല്ലാം അനുഭവിച്ചേ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ശ്യാമ അങ്ങ് അകത്ത് പോയിട്ട് ജനൽ കൂടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയും ശിവനും കൂടി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അവിടെ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ അവിടെ പുറത്തുണ്ട്. ഒരു കുഞ്ഞിനാണെങ്കിൽ ഒരു അമ്മ ഇരുന്ന് പാൽ കൊടുക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. നേരത്തെ ആ പ്രൊമോയിൽ കാണിച്ച അതേ അമ്മയും കുഞ്ഞും തന്നെയാണ്. അന്നേരമാണെങ്കിൽ പിന്നെ എന്താ സംഭവിച്ചതെന്നും പറഞ്ഞ് ശാലിനി ഓടി ചെല്ലുന്നുണ്ട്. അന്നേരം രാവിലെ എഴുന്നേറ്റ് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് നമ്മൾ ഉണർന്നത്. നോക്കുമ്പോൾ മുറ്റത്ത് കിടത്തിയിരിക്കുന്നു. ആരാണ് എന്താണെന്നും അറിയാൻ വയ്യായിരുന്നു. അപ്പോഴാണ് അയൽവക്കത്തുനിന്ന് ഒരാൾ വന്ന് ഓടി വന്ന് പറയുന്നത് ഇവിടുത്തെ ശാരിയാണെങ്കിൽ ട്രെയിനിന് മുന്നിൽ ചാടിയിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് അവൾ നമ്മളെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്, ചാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ചാകാനായിരുന്നെങ്കിൽ എപ്പോഴേ ചടങ്ങുകളൊക്കെ കഴിഞ്ഞേനായിരുന്നു, ഇത് നമ്മളെ ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, പക്ഷേ ഇതൊന്നും കണ്ട് പേടിക്കൂല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ആവശ്യമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് കുഞ്ഞെവിടെ മോളെവിടെയും ചോദിക്കുകയാണ്. അന്നേരം നമ്മളെ വീട്ടിലും കുഞ്ഞും കുട്ടിയൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റും ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കുഞ്ഞെവിടെ എന്നിങ്ങനെ ശാലിനി മോളെവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി കൊണ്ടുവരും, ഞാൻ മനുഷ്യത്വം ഉള്ളതായിപ്പോയി, അതുകൊണ്ട് കാര്യങ്ങൾ തിരക്കാനായിട്ട് നേരത്തെ വന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഇപ്പോൾ കൊണ്ടുവരും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വേറെ ആരുടെയും വീട്ടിലല്ലല്ലോ നിൽക്കുന്നത് എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്, അപ്പോൾ പതിയെ കൊണ്ടുവന്നാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ പറയാൻ താൻ ആരാൻ ചോദിക്കുമ്പോൾ ഞാൻ ആരുമായി കൊള്ളട്ടെ, അതല്ലേ എൻ്റെ നടപ്പ് വശം എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും പറ്റില്ല, വല്ലവരുടെയും കൊച്ചിൻ്റെ അമ്മ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊന്നും പറ്റില്ല, വിജയലക്ഷ്മി ഇപ്പോൾ കൊണ്ടുവരുമെന്നും പറഞ്ഞ് വീണ്ടും പറയുന്നുണ്ട്. അവരുടെ ഭ്രാന്തിനാണെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ല, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കാണിക്കുമെന്ന് ചോദിക്കുക. അന്നേരം എൻ്റെ ചേച്ചിയെ വീണ്ടും ഭ്രാന്തിയാക്കാനാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം അല്ലാതെ പിന്നെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ കാണിക്കുക, ഡോക്ടറോട് പോയി ചോദിക്കുക ശാരികയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് എന്ന് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ പിന്നെ രാജീവ് പറഞ്ഞിട്ടില്ല എൻ്റെ മകൻ്റെ കുഞ്ഞാണ് എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ശാരിക ചേച്ചി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചില്ല, അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല, അവളുടെ ഭ്രാന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിങ്ങളല്ലല്ലോ രാജീവ് സാറല്ലേ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാനും വിജയലക്ഷ്മി പറയുന്നതിനപ്പുറം രാജീവിനൊരു വാക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനിക്ക് ആ ക്ഷമ ഇടുന്നുണ്ട്. ശാലിനി ശിവനോട് പറയുന്നുണ്ട്, അങ്ങോട്ട് മാറി എന്നാണ് പറയുന്നത്, ശിവ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം, എന്താണെന്ന് നോക്കട്ടെ, ഇയാളെ വിടരുത്, തക്കം കിട്ടിയാൽ പൊയ്ക്കളയും എന്നിങ്ങനെ പറയുക. അന്നേരം ഞാനിത് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പോവുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ അമ്മാൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം എന്താ രണ്ടുപേരും കൂടി രഹസ്യ സംഭാഷണം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് ഒന്ന് ആയിക്കൊള്ളട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആളുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ, വിജയലക്ഷ്മി കുഞ്ഞിനെ കൊണ്ടുവരുമെന്നും പറഞ്ഞ് കൃഷ്ണൻകുട്ടിയാണ് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശിവൻ തടയുകയാണ്. എന്നിട്ട് വേണം അതെങ്ങനെ ശരിയാവും, രാജീവ് സാറ് ഇല്ലാത്ത സ്ഥലത്ത് പിന്നെ കുഞ്ഞിൻ്റെ അച്ഛനില്ലാത്തപ്പോൾ രാജിയുടെ ഭർത്താവ് ഇല്ലാത്തപ്പോൾ അമ്മാവനല്ലേ ഇന്ന് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, അപ്പോൾ പോകാൻ ശരിയാവില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും പറ്റില്ല, കുഞ്ഞിനെ ഇനി കൊണ്ട് തരും, വല്ലവൻ്റെയും കൊച്ചിൻ്റെ അച്ഛനാണെന്നും പറ്റില്ല, രാജീവ് പറഞ്ഞിട്ടില്ല രാജീവിൻ്റെ കുഞ്ഞാണെന്നുള്ളത്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ, എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയാൻ പോകാൻ തുടങ്ങുമ്പോൾ കൃഷ്ണൻകുട്ടിയെ പിന്നെ ശിവൻ പിടിച്ചു നിർത്തുന്നുണ്ട്. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇത് പറയാൻ താനാരാ എന്നിങ്ങനെ ചോദിച്ചിട്ട് കളക്ടറുടെ രണ്ടാം ഭർത്താവ് അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ ഡാന്നുമ്പോൾ ദേഷ്യം കൊണ്ട് അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്, പക്ഷെ അടിക്കുന്നില്ല. ശിവൻ ചുറ്റും ശ്രദ്ധിക്കുന്നുണ്ട്, ആളുകളൊക്കെ ഇരിക്കുന്നതൊക്കെ നോക്കുകയാണ്. അന്നേരം പിന്നെ കളക്ടർക്ക് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതല്ലേ, നല്ല പ്രായമാണ് കളക്ടർക്ക് ഇപ്പോൾ, എന്തായാലും ഒരു അന്തിക്കൂട്ട് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ മൊത്തം പറയുന്നതാണ്. എൻ്റെ ഈ കവളതല്ലേ തനിക്ക് അടിക്കാനായിട്ട് കഴിയുള്ളൂ, പക്ഷേ 1000 കുടത്തിൻ്റെ വാ മൂടിക്കെട്ടിയാൽ മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാനായിട്ട് പറ്റില്ല, നടക്കട്ടെ, തനിക്ക് ചുണയുണ്ടെങ്കിൽ അവരുടെയൊക്കെ പോയി തല്ലാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ അങ്ങ് ആക്ഷേപിക്കുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ കാലി കൊണ്ട് കൈയൊക്കെ ചുരുക്കിട്ട് പിടിച്ച് നിൽക്കുകയാണ്. ശിവൻ്റെ മൂക്കൊക്കെ തന്നു ചെവിയൊക്കെ ഇങ്ങനെ ചലിച്ച് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണൻകുട്ടി അങ്ങ് വായി തോന്നിയത് പറയുന്നുണ്ട്, ശിവൻ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്നേ ഉള്ളൂ. ഇതേ സമയം അവിടെ സത്യഭാമ വീണ്ടും കണക്കൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം പൊന്നിയാണെങ്കിൽ ഇവിടെ തൂക്കാനൊക്കെ ഇങ്ങനെ വരുമ്പോൾ പൊന്നിയോട് പറയുന്നുണ്ട്, അതേ പൊന്നി കുട്ടികൃഷ്ണൻ്റെ കാര്യത്തിൽ ഇന്ന് നമുക്ക് തീരുമാനം ഉണ്ടാക്കണം, അയാളുടെ വീട്ടിലേക്ക് നമുക്ക് പിള്ളേയും കൂട്ടി പോകാം, ശിവനെ പറഞ്ഞു വിട്ടാൽ അടി താങ്ങാനുള്ള കെൽപ്പൊന്നും അയാൾക്കില്ല, അതുകൊണ്ട് നമുക്ക് പോയി മാനം കെടുത്തി പണം വാങ്ങുക, ഇത്രയേ ഉള്ളൂ, ഒന്ന് ഞാൻ പെട്ടെന്ന് റെഡി ആവാം എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ പിള്ള ഓടിപ്പാൻ സ്കൂട്ടിയിൽ സ്പീഡിന് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത് സത്യാമ്മയെ ഞാൻ കുട്ടികൃഷ്ണൻ്റെ കാര്യം പറയാനും ഓടി വന്നതെന്ന് പറയുന്നുണ്ട്. എന്താ അയാൾ നാട് വിട്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അയാൾ രാവിലെ തന്നെ ഒരു വേണ്ടാത്ത പരിപാടി
പരിപാടി കാണിച്ചു എന്ന് പറയുകയാണ്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ കാശ് പോയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വെള്ളത്തിൽ വരച്ച് വര പോലെയെന്ന് ചോദിക്കുമ്പോൾ അതുപോലെയായി, അയാൾ രാവിലെ കെട്ടിത്തൂങ്ങി ചാകാൻ ശ്രമിച്ചു എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ അയാൾ പക്ഷേ ഈ കാശിൻ്റെ കാര്യം പറഞ്ഞാണെന്ന് ഇനി പറയുന്നുണ്ട്. ആൾ ചത്തിട്ടൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ അപ്പോൾ ആ കാശ് പോയോ എന്ന് ഭാമ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പക്ഷേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള സംസാരമുണ്ട്. പിന്നെ അയാൾ ചാകാനുള്ള ഇങ്ങനെ ചെയ്യാനുള്ള കാരണം സത്യാമ്മയാണെന്നാണ് പറയുന്നത്. അന്നേരം ഞാൻ എന്ത് ചെയ്തു, പണം കടം കൊടുത്തു, അത് തിരികെ ചോദിച്ചു, അത് തരേണ്ടതല്ലേ, കടം വാങ്ങിച്ചാൽ തരേണ്ടതല്ലേ എന്ന് പറയുകയാണ്. അന്നേരം അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്, ഇങ്ങനെ ആ ഒരു മനോവിഷമത്തിന് മനംതൊന്നാണ് അയാൾ ചെയ്തത് എന്നുള്ളത്. അന്നേരം ഇതൊക്കെ കാശ് തരാതിരിക്കാനുള്ള അടവാണ്, ഇങ്ങനെ കെട്ടിത്തൂങ്ങി ചാകുന്നവരൊന്നും ചാവാറില്ലല്ലോ, നമ്മുടെ കാശ് നമുക്ക് തിരിച്ചു വേണം, അത് തിരിച്ചു പിടിക്കുക തന്നെ വേണം, അതിനെന്താ വേണ്ടതെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭാമ നിൽക്കുകയാണ്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു അടുത്ത എപ്പിസോഡിൽ ആ ഒരു ആത്മഹത്യാക്കുറിപ്പെന്ന പോലെ കുട്ടികൃഷ്ണൻ എഴുതി വെച്ചതിൽ ഭാമയുടെ പേരുണ്ട് എന്നുള്ളതിനെ വെറുതെ വരുത്തുന്നതാണ്. ആ ജോണും എല്ലാവരും കൂടി കളിക്കുന്നതാണോ എന്നറിയില്ല. ഇയാൾ ചിലപ്പോൾ ചെറിയൊരു വിഷമത്തിൽ ചെയ്തതായിരിക്കും, പക്ഷേ ഭാമയുടെ പേരൊന്നും എഴുതി കാണില്ല. ഭാമയെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കളിയായിരിക്കും ചിലപ്പോൾ, എടിയമ്മ അവരൊക്കെ ചേർന്ന്. അതൊക്കെ നമുക്ക് എന്താകും എന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.